2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ആരെയും കൂട്ടുപിടിക്കില്ലെന്നും പിണങ്ങി നിൽക്കുന്ന കൂട്ടുകക്ഷികളെ വരെ എതിരാളികളായി കാണുമെന്നും തുറന്നടിച്ച് അമിത്ഷാ. ബൂത്ത് തലം മുതൽ പാർട്ടി പ്രവർത്തകർ തയ്യാറെടുപ്പ് നടത്തണം. മഹാരാഷ്ട്രയിൽ 48-ൽ 40 സീറ്റുകളിലും ബിജെപി ജയിക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെയാണ് അമിത്ഷായുടെ പ്രസ്താവനയും എത്തിയത്. കൂടെ കൂടിയാൽ രക്ഷിക്കുമെന്നും പിണങ്ങിയാൽ ശത്രുവായി കരുതി തോൽപ്പിക്കുമെന്ന് ശിവസേന ഉൾപ്പെടെ എൻഡിഎയിൽ വിഘടിച്ചു നിൽക്കുന്നവർക്കാണ് ബിജെപിയുടെ ഈ മുന്നറിയിപ്പ്. മുൻപ് കൂട്ടാളികളായിരുന്നവർ എന്ന പരിഗണന പോലും ആർക്കും നൽകില്ലെന്നും ഒറ്റകക്ഷിയായി തന്നെ രാജ്യം ഭരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. മുന്നണിയിൽ തങ്ങളോട് യോജിക്കുന്നവരുടെ വിജയം ഉറപ്പാക്കും, അല്ലാത്തവരെ എതിരാളികളെ പോലെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കും. മുന്നണികൾ അതിന്റേതായ വഴിക്ക് പോകുമെന്നും 48 സീറ്റുകളിലും ജയമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും 48-ൽ 40 സീറ്റുകളും നേടുമെന്നും ഫഡ്നാവിസ് പറഞ്ഞു. അതേസമയം ശിവസേനയും മറുപടിയായി എത്തിയിട്ടുണ്ട്. ബിജെപി പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ ഭ്രാന്തമായ ജൽപ്പനങ്ങൾ മാത്രമാണെന്നും ഏതു വെല്ലുവിളിയും നേരിടാൻ ശിവസേന തയ്യാറാണെന്നും ശിവസേന പുറത്തുവിടുന്ന പ്രസ്താവനയിൽ പറയുന്നു. ഹിന്ദുത്വം പിന്തുടരുന്നവരുടെ സഹായം വേണ്ടെന്നാണ് ഇതിലൂടെ ബിജെപി പറയുന്നതെന്നും അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സ്ഥാനം എന്താണെന്ന് ജനങ്ങൾ തെളിയിച്ചതാണെന്നും അതവർ ആവർത്തിക്കുമെന്നും തങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയെന്നും ശിവസേന പറയുന്നു. ബിജെപി 40 സീറ്റുകൾ നേടുമെന്ന് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമത്വം കാട്ടുമെന്നതിന്റെ സൂചനയാണെന്നും ബിജെപി അങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ ഫലമുണ്ടാക്കുന്നതെന്നും ഉദ്ധവ് താക്കറെ തുറന്നടിച്ചു. അമിത്ഷാ പറയുന്നത് പാർട്ടിയുടെ അഹങ്കാരമാണ്, എന്നാൽ ഹിന്ദുത്വത്തെക്കുറിച്ചും രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചും നിരന്തരം പറയുന്നത് ശിവസേനയാണ്. എന്നാൽ ബിജെപിക്കെതിരെയുള്ള നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ വലിയ തന്ത്രങ്ങളാണ് അമിത്ഷാ ഒരുക്കുന്നത്. ഒരിക്കലും ശിവസേന തങ്ങളോടൊപ്പം നിൽക്കില്ലെന്ന് ബോധ്യമായതിന്റെ പശ്ചാത്തലത്തിൽ അമിത്ഷായുടെ നീക്കങ്ങൾ ഇനി നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.